ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ 2-3-4 ദിവസം കൊണ്ട് ഇത് തന്നെയാണ് വൈകിട്ട് അവസ്ഥ. ഇതിപ്പോൾ ഒരു 2 മണിക്കൂർ പെയ്ത മഴയാണ് കേട്ടോ. താഴെ മൊത്തം വെള്ളമായി. ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഞങ്ങളുടെ വീട്ടിൻ്റെ താഴെ ഭാഗത്തൂടെ ഒരു കുഞ്ഞു ഗട്ടറുണ്ട് കേട്ടോ. അതിപ്പോൾ നിറഞ്ഞിട്ട് ഗട്ടറും തറയും കൂടെ അറിയാൻ വയ്യാത്ത മാതിരി കിടക്കുകയാണ്. ഇതിപ്പോൾ ഒരു 2 മണിക്കൂർ പെയ്ത മഴയാണേ. ഇതിപ്പോൾ ഒരു രാത്രി മൊത്തം നിർത്താതെ ഇതുപോലെ പെയ്തു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ നിന്നൊക്കെ പുറത്തിറങ്ങാനേ പറ്റാണ്ടാവും. അമ്മാതിരിയാവും ഇവിടെ വെള്ളം നിറഞ്ഞിട്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു 7-7:30 അപ്പോൾ ഏട്ടൻ വന്നിരുന്നു കേട്ടോ. അപ്പോൾ മക്കളെ താഴോട്ട് വിളിച്ചതാണ്. അപ്പം ഏട്ടൻ്റെ അടുത്തോട്ട് പോകാൻ കൂടി അവർക്ക് വയ്യ, കംപ്ലീറ്റ് വെള്ളമായിപ്പോയി. ഇതിപ്പം ഗട്ടർ എവിടെ, നമ്മൾ നിൽക്കാനുള്ള ഭാഗം എവിടെയാണെന്നൊന്നും അറിയാൻ പറ്റാതെ രണ്ടാളൂടെ അങ്ങനെ നിൽക്കുകയാണേ. അപ്പോൾ ഏട്ടൻ പറഞ്ഞങ്ങോട്ട് ചെല്ലണ്ട, അവിടെ നിന്നാൽ മതിയെന്ന്. നോക്കൂ, ഒരു കല്ലും ബാക്കി ഏതാ ഭാഗമൊന്നും അറിയാൻ വയ്യാണ്ട് കിടക്കുക. ഇതാണ് കേട്ടോ ഞങ്ങളുടെ അവസ്ഥ. ഇതിപ്പം മഴ കൂടിയാലും പ്രശ്നമാണ്, ഇവിടെ മഴ കുറഞ്ഞാലും പ്രശ്നമാണ്. മഴയില്ലെങ്കിലാണേ നിർത്താതെ ചൂട്. ഈ ഒരു മഴയില്ലേ, ഇതിപ്പം രാവിലെ നമ്മൾ നോക്കുവാണെങ്കിൽ തറയിൽ ഒരു തുള്ളി വെള്ളം കാണത്തില്ല. കംപ്ലീറ്റ് പോയിട്ട് വെയിലും വന്നിട്ട് ഫുള്ള് ചൂടുള്ള ക്ലൈമറ്റാവും. അതാണ് കേട്ടോ ഇവിടുത്തെ ക്ലൈമറ്റ്. ഇത് രക്ഷാബന്ധൻ്റെ ദിവസമായി ഇന്നലത്തെ കുറച്ച് കാര്യങ്ങളാണ്. ഇവിടെ എല്ലാ വർഷവും ഇതുപോലെ ആഘോഷിക്കും കേട്ടോ. അത് നന്ദയാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. ഇതിൻ്റെ സംഭവമൊന്നും എനിക്കറിയത്തില്ല, ആൾ തന്നെ ഇതെല്ലാം സെറ്റ് ചെയ്തോളൂ. എല്ലാ വർഷവും ഇത് ചെയ്യും കേട്ടോ. ഇത് താണ്ട് കുങ്കുമം അരിയും കൂടി ഇട്ടിരിക്കുകയാണേ. പിന്നെ രാഖി, പിന്നെ ഇതുപോലെ സ്വീറ്റ്സ് എന്തെങ്കിലും വെക്കും കേട്ടോ. ഇതെല്ലാം അവളുടെ ഡെക്കറേഷനാണ്. ആൾ തന്നെയാണ് ഇതുപോലെ എല്ലാ വർഷവും. നേരത്തെ കണ്ടില്ലായിരുന്നു ഒരു വ്ളോഗിൽ, അന്നും അവൾ തന്നെയാണ് പോയി രാഖി സെലക്ട് ചെയ്തൊക്കെ കൊണ്ടുവന്നത്. ഇതെന്തോ മുയലിൻ്റെ പടമാണ് കേട്ടോ. ഈ രക്ഷാബന്ധൻ ആഘോഷിക്കുന്നതേ ശ്രാവണ മാസത്തിൻ്റെ അവസാന ദിവസമാണ് കേട്ടോ. ഇതൊരു സംസ്കൃത വേർഡാണേ. സംരക്ഷണം കടമയെന്നൊക്കെ കേട്ടോ ഇതിൻ്റെ അർത്ഥം. ഇത് പ്രധാനമായിട്ട് സഹോദരിമാരില്ലേ, സഹോദരന്മാരെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും അവർക്കൊരു തുണയായിട്ടുണ്ടാകും എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം പറയുന്നത്. പക്ഷേ ഇത് കയ്യിൽ കെട്ടിക്കൊടുക്കുന്ന ആ ഒരു ടൈമിലുണ്ടല്ലോ, സഹോദരന്മാർ അവർക്ക് സമ്മാനമൊക്കെ കൊടുക്കും കേട്ടോ. ഇത് ഏത് പ്രായത്തിലുള്ള സഹോദരിമാരും ഇതുപോലെ സഹോദരങ്ങളുടെ കയ്യിൽ ഇതുപോലെ രാഖി കെട്ടി അവരെ സംരക്ഷിക്കും എന്നൊക്കെയാണ് കേട്ടോ അർത്ഥം പറയപ്പെടുന്നത്. ഇത് സൗത്ത് ഇന്ത്യയിലെ വലിയ രീതിയിൽ ഇങ്ങനെ ആഘോഷം ഇല്ലെങ്കിലും അങ്ങ് നോർത്ത് ഇന്ത്യയിൽ നല്ല രീതിയിൽ ആഘോഷിക്കുന്ന ഒരു ചടങ്ങാണ്. ഇതിപ്പോൾ പണ്ട് കാലങ്ങളിലെ പെൺകുട്ടികളെ വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ച് വിട്ട് കഴിഞ്ഞാൽ ആ ഒരു വീട്ടിൽ പിന്നെ ആ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും പോകാനുള്ള അവകാശമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ രക്ഷാബന്ധൻ വരുന്ന ടൈമിൽ പെൺകുട്ടി ഒരു 3-4 ആഴ്ച മുന്നേയൊക്കെ ഇങ്ങ് വീട്ടിൽ വരും കേട്ടോ. ആ ഒരു ടൈമിലാണ് അവർ പിന്നെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ഒക്കെ നിൽക്കുന്നത്. പിന്നെ ഈ രക്ഷാബന്ധൻ ടൈമിൽ സഹോദരങ്ങൾക്ക് രാഖിയൊക്കെ കെട്ടിക്കൊടുത്തിട്ടാണ് അവർ പോയിരുന്നത് കേട്ടോ. പിന്നെ ഇപ്പം അച്ഛനും അമ്മയും മരണപ്പെട്ട് പോയി കഴിഞ്ഞാൽ തന്നെ ഇതിപ്പോൾ രക്ഷാബന്ധൻ്റെ ടൈമിൽ ഇതുപോലെ രാഖി കെട്ടുന്നില്ലേ, അതിന് പെൺകുട്ടികൾ വീട്ടിൽ വരികയും ഇതിപ്പം സഹോദരങ്ങളും സഹോദരിമാരുമായിട്ടുള്ള ആ ഒരു ബന്ധമില്ലേ, അത് നിലനിർത്താൻ ചെയ്യുന്ന ഒരു ഏറ്റവും വലിയ സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നി അത് തന്നെയാണ് ഈ രക്ഷാബന്ധൻ എന്നുള്ള സംഭവം കൊണ്ട് അർത്ഥമാക്കുന്നത്. എന്തായാലും കൊള്ളാം കേട്ടോ ഈ ഒരു ആചാരേ. ഇതിപ്പം നന്ദ എല്ലാ വർഷവും ഇതുപോലെ ലക്കിക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ അവളുടെ ക്ലാസ്സിലും അവൾ പഠിച്ചതിൻ്റെ ആ ഒരു രീതിയായിരിക്കാം. ഞങ്ങളുടെ വീട്ടിലിപ്പം മുടങ്ങാതെ ഇതിപ്പോൾ എല്ലാ വർഷവും ആഘോഷിക്കുന്നുണ്ട്. ഇത് ലക്കി ജനിച്ചതൊരു ഏപ്രിൽ മാസത്തിലാണ്. ആ ഒരു ഓഗസ്റ്റ് മുതൽ ഇന്ന് വരെ മുടങ്ങാതെ നന്ദ ഇത് ആഘോഷിക്കുന്നുണ്ട് കേട്ടോ. എനിക്കാണ് ഇതിൻ്റെ സംഭവങ്ങളൊന്നും അറിയത്തില്ല. ആളെനിക്കൊരു കഥയും പറഞ്ഞു തന്നിട്ടുണ്ട് ഇതിൻ്റെ ആഘോഷം സ്റ്റാർട്ട് ചെയ്തത് മുതലുള്ള.
അപ്പം അവരുടെ സ്കൂളിൽ പറയുന്നതും ഒക്കെ ആയിരിക്കാം. എന്നിട്ട് ലക്കി ഒരു സമ്മാനം കൊടുത്തു കേട്ടോ. നന്ദയ്ക്ക് പൈസയാണ് കേട്ടോ ലക്കി കൊടുത്തത്. ഇതുപോലെ എല്ലാ വർഷവും എന്തെങ്കിലും ലക്കിയെ കൊണ്ട് ഞങ്ങളത് കൊടുപ്പിക്കും. ഇപ്പം നന്ദ ഇത്ര കാര്യമായിട്ടൊക്കെ ആഘോഷിക്കുകയല്ലേ, അപ്പോൾ ഇനിയിപ്പം ഞങ്ങളായിട്ട് ഒന്നും പറയണ്ടെന്ന് വിചാരിച്ചു കേട്ടോ. ഇതുപോലുള്ള ആഘോഷങ്ങളൊക്കെ നല്ലതല്ലേ, രണ്ടാൾക്കും സന്തോഷം തന്നെയാണ്. ഇതിപ്പോൾ ലക്കിക്ക് ഇന്നലത്തെ ദിവസമേ സ്കൂളിൽ ചെന്നിട്ട് രക്ഷാബന്ധൻ്റെ സെലിബ്രേഷനായിരുന്നേ. അപ്പോൾ അവിടെ നിന്ന് ഇതുപോലെ രാഖിയൊക്കെ അവർ പേപ്പറിൽ തന്നെ ഉണ്ടാക്കിപ്പിച്ച് അതിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിക്കുന്ന ഒരു ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇതായിരുന്നേ സ്കൂളിൽ നിന്ന് കിട്ടിയ രാഖി. ഇത് പേപ്പറിൽ നല്ല രസമുണ്ട് ഉണ്ടാക്കി കൊടുത്തുവിട്ടതേ. എല്ലാ കുഞ്ഞുങ്ങളും എനിക്ക് തോന്നുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിക്കുന്നുണ്ടായിരിക്കാം. അത് നല്ല രസമുണ്ട് കേട്ടോ. അങ്ങനെ രാഖിയൊക്കെ കൊണ്ടാണ് ഇന്നലെ സ്കൂളിൽ നിന്ന് വന്നതേ. അങ്ങനെ ആഘോഷമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കായിരുന്നേ. ഇത് കടയിൽ നിന്ന് വാങ്ങിയിട്ട് വന്നതാട്ടോ, പൂരിയും ഇഡലിയും വടയും. ഈ വട ഇവിടെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇതിനോടൊപ്പം കഴിക്കാൻ നമ്മുടെ പതിവ് കറികളാണ്. മറ്റേ ആ ഗ്രീൻ പീസ് ഇല്ലേ, അതിൻ്റെ കറിയും, പിന്നെ മധുരമുള്ളൊരു ചട്നിയും, പിന്നെ കപ്പലണ്ടീൻ്റെ ചട്നിയും. എൻ്റെ വീഡിയോ പുതുതായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലേ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആരെയും മറക്കല്ലേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്കിതുപോലെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാമേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.